നിങ്ങളുടെ പ്രശ്നം ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നമാണ്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഇവള് നിന്റെ ഭാര്യ ആയതിന്റെ കാരണക്കാരി ഞാനാ. അങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇവള് നിനക്ക് ഭാര്യ മാത്രമായിരിക്കും, പക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും ഇവൾ അതിനും എത്രയോ മുകളിലാണ്. ഇവളുടെ കണ്ണുനീര് കണ്ട അതെന്താണെന്ന് ചോദിക്കാനുള്ള അധികാരം അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അത് നീ മറക്കണ്ട. നീ ഈ കിടന്ന് അട്ടഹസിക്കുന്ന അച്ഛൻ കേട്ട എന്താ സംഭവിക്കാന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളോട് പറഞ്ഞ ഈ മറുപടിയൊക്കെ തന്നെ നീ അച്ഛനോടും പറയോ? മോളെ, നീ എന്റെ കൂടെ വാ, ഇവിടെ നിൽക്കണ്ട. എടുത്തി പോയിക്കോ, ഞാൻ വരാം. ഇനി നീ ഇവിടെ നിന്നാ പ്രശ്നം വഷളാവും. നീ എന്റെ കൂടെ വാ. ഞാൻ വരാം എടുത്തി, നിങ്ങൾ പോയിക്കോ. ഒന്നുമില്ല, നീ ഒരു വഴക്കുമില്ല. എടുത്തി പോയിക്കോ. അർച്ചന, അർച്ചന, എന്താ അർച്ചന ഇവിടെയൊക്കെ ബ്ലഡ് വീണ പാടുകള്? അയ്യോ, കാലിലെന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല എടുത്തി. ഷോ, ഇത് നല്ല മുറിവാണല്ലോ. ഇതെങ്ങനെ പറ്റിയതാ? ഇത്ര നടന്നിട്ട് നീ എന്താ ഒന്നും പറയാതിരുന്നേ? അത് ഒന്നുമില്ല എടുത്തി, അവിടെ മുറി കിടന്നൊരു കുപ്പിച്ചില് ചവിട്ടിയതാ, കണ്ടില്ലായിരുന്നു. സന്ദീപേ, നീ പോയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട വേണ്ട എടുത്തി. എന്താ അച്ചു നിങ്ങൾ തമ്മിൽ പ്രശ്നം? അവൻ എന്തിനാ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സച്ചേട്ട ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്തായിരുന്നു സംഭവിച്ചത്? ഒന്നുമില്ല, സച്ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു എന്ന് മനസ്സിലായി. അതെന്തിനാന്നാ ചോദിച്ചേ? അത് ഞാൻ സച്ചേട്ടന്റെ മുറി വൃത്തിയാക്കിയപ്പോ സാധനങ്ങളൊക്കെ വീണതിനാ. മുറി വൃത്തിയാക്കിയതിന് സച്ചേട്ട ഇങ്ങനെ വഴക്ക് പറയോ? ഇതെങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ അർച്ചന വെറുതെ ഉണ്ടാക്കുന്ന കാരണങ്ങളല്ലേ സന്ദീപേ? ഇതൊന്നും അല്ലാന്ന് നമുക്കും അറിയാം, അർച്ചനയ്ക്കും അറിയാം. പക്ഷെ പറയില്ല, അത്ര തന്നെ. അല്ലെങ്കിലും ഏട്ടതി സച്ചേട്ടനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഒന്നുമില്ലാത്തൊരു വഴക്ക് എങ്ങനെയാ അർച്ചന ഉണ്ടാവുന്നേ? അതിനൊരു കാരണം വേണ്ടേ? നീയായിട്ടൊരു കാരണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കാണും. ഇതെന്തായാലും അത്ര നിസ്സാര കാര്യമല്ല എടുത്തി. സച്ചേട്ടൻ എത്രമാത്രം ഉറഞ്ഞു തുള്ളണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. സച്ചേട്ടനെ അത്രമാത്രം ഹേർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യം അത് ഇവരിൽ ആരെങ്കിലും പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റൂ. നിനക്കത് പറയാൻ എന്താ അർച്ചന എത്ര പേടി? എടുത്തി പ്ലീസ്, ഇനി അതിനെ പറ്റി ഒന്നും ചോദിക്കല്ലേ. എനിക്ക് നല്ല തലവേദന, ഞാൻ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഏടത്തി സമാധാനത്തോടെ ഇരിക്കുക. ഏട്ടൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുക്കും. ഈ ചൂടൊക്കെ കുറച്ചു നേരത്തേക്ക് കാണും. മോള്
മനസ്സ് ശാന്തമായിട്ട് വെക്ക. കൂടുതലൊന്നും ആലോചിക്കണ്ട. പതുക്കെ നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. വാസന്തിവേ, നീ അമ്പിളിയെ വിളിച്ച് ഈ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ. അച്ഛനോട് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറയണമേ. പിന്നെ ബസ് ഫീസും. ഫീസ് കൊടുക്കാത്തതിന് ടീച്ചർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി മുതൽ ബസ്സിൽ കയറ്റില്ലാന്ന് ബസ്സിൽ ആന്റി എന്നോട് പറഞ്ഞു. നീ എന്താ ഈ തിരയുന്നെ? അച്ഛന് കൊടുക്കാൻ ഒരു ലെറ്റർ ടീച്ചർ തന്നായിരുന്നു. അത് നോക്കിയതാ. അച്ഛാ, ഞാൻ ഇത്ര നേരം അച്ഛനെ നോക്കിയിരിക്കായിരുന്നു. എന്താ കാര്യം? ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ് ടീച്ചർ തന്ന കുർമാനം. കുറിമാനമല്ല, നിന്റെ ടീസി കീറി കൊടുത്താലും നിന്റെ അച്ഛന് ഒരു കുലുക്കവും ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ വേറെ സ്കൂൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അവിടെ ആവുമ്പോ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കഞ്ഞിയും ഒക്കെ കിട്ടും. ഞാൻ പോയില്ല ആ സ്കൂളിലൊന്നും. എന്റെ കൂട്ടുകാരുള്ളടത്ത് ഞാൻ പോവും. അച്ഛാ, മൊത്തം പൈസ അടയ്ക്കാതെ സ്കൂളിലേക്ക് ചെല്ലണ്ടെന്നാ മിസ് പറഞ്ഞേ. ഇല്ലെങ്കിൽ വരാന്തയിലും അസംബ്ലിക്ക് പുറത്ത് നിർത്തുമെന്നാ പറഞ്ഞേക്കുന്നെ. ഭയങ്കര നാണക്കേടാ അച്ഛാ. പിള്ളേർ എന്നെ കള്ളത്തിയെ പോലെ നോക്കുന്നേ. ഞാൻ ഇനി സ്കൂളിൽ പോയില്ല, നോക്കിക്കോ. മോള് ധൈര്യമായിട്ട് പോയിക്കോ. അച്ഛൻ സ്കൂൾ ഫീസും ബസ് ഫീസും ഒക്കെ അടച്ചോളാം. ഇത് കൊറേ കാലം കൊണ്ട് പറയുന്നല്ലേ. ഇത് ഞാൻ ചെന്ന് മിസ്സിനോട് പറഞ്ഞ നിന്റെ കളിപ്പീര് വേല കയ്യിലിരിക്കട്ടെ എന്ന് മിസ് പറയും. അത് വേണ്ട അച്ഛാ. എനിക്ക് രസീത് കിട്ടിയാലേ ഞാൻ വിശ്വസിക്കൂ. അനുബേട്ട, ഇത്രയും കാലം പറഞ്ഞ പോലെ അല്ല. മോളെ ഇനി അവര് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. പണം അടയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ കയ്യില്? എനിക്കറിയാം ഒന്നും കാണില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പനമരം പോലെ നിൽക്കുന്നത്. ആകെയുള്ളൊരു പൊന്ന, എന്റെ 2 കമ്മലുകൾ. ഇത് കൊണ്ടുപോയി പണയം വെച്ച് തൽക്കാലം മോളുടെ സ്കൂളിലെ പണം അടയ്ക്ക്. അനിയത്തിയുടെ ഫീസ് അടയ്ക്കാൻ പണയം വെക്കാൻ തരാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. ഭാഗ്യത്തിന് നിങ്ങളുടെ കോടീശ്വരനായ പുന്നാര അളിയനുണ്ടായിരുന്നല്ലോ. സന്ദീപ് എന്താ ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നത്? നിനക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. എനിക്കും വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയൂ? ഭയങ്കര സോഫ്റ്റ് അല്ലേ സച്ചേട്ടൻ? ആരോടും അങ്ങനെ ഒച്ച ഉയർത്തിപ്പോലും സംസാരിക്കുന്ന ആളല്ലല്ലോ. പിന്നെ അർച്ചനേട്ടത്തെ എന്തിനാ ചീത്ത പറഞ്ഞത്? ആർക്കറിയാം? എന്തെങ്കിലും പറഞ്ഞാലല്ലേ മറ്റുള്ളവർ അറിയൂ. സച്ചേട്ടനും എന്തെങ്കിലും വിഷമങ്ങൾ മനസ്സിൽ കാണും. സന്ദീപിനൊന്ന് സംസാരിച്ചൂടെ? എന്താന്ന് വെച്ചാ സംസാരിക്കുന്നത്? സച്ചിയേട്ടന്റെ ചില നേരത്തെ സ്വഭാവം വളരെ വിചിത്രമാണ്. ആർക്കും ഒരു പിടിയും കിട്ടില്ല. ഓന്തിനെ പോലെയാണ്. ഇപ്പം നിറമാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് അന്നേരത്തെ ചൂടായിരിക്കും. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? നിന്നോട് ചിലപ്പോ സച്ചേട്ടൻ എല്ലാം തുറന്ന് സംസാരിക്കുമായിരിക്കും. നമുക്കറിയില്ലല്ലോ സന്ദീപ്. ചില മനുഷ്യരുടെ മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങള് ചില നേരം മറ്റുള്ളവരുടെ നേരെയാണല്ലോ തീർക്കുന്നത്. ഇനി അങ്ങനെ വല്ലതും? അത് ഓരോരുത്തരുടെ വില എന്താണെന്ന് മനസ്സിലാവത്തോണ്ടാ എനിക്ക്. നിനക്ക് ഞാനും നീ എനിക്കും തരുന്നൊരു വിലയില്ലേ? അതുപോലെ തന്നെ ആവണം മറ്റുള്ളവരെന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ലല്ലോ. അച്ചുവേട്ടത്തിന്റെ വില എന്താണെന്ന് സച്ചേട്ടന് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പോ മനസ്സിലാക്കാനാ? പിന്നെ ഭയങ്കര വിലയുള്ള രേട്ടത്തി അവൾക്ക് 2 കൊടുത്തില്ലല്ലോ എന്നാ എന്റെ സങ്കടം. സന്ദീപ്, നീ ഏട്ടനെ ഒന്ന് ഉപദേശിക്കണം. എങ്ങനെയാണ് ഭാര്യയുടെ വില അളക്കേണ്ടതെന്ന്. അത് അവനവന് തോന്നണം. തന്റെ കൂടെ കഴിയുന്ന ആൾക്ക് എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടതെന്ന് സച്ചിയുടെ സ്വയം മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കുന്നൊരു ദിവസം വരും. ഏട്ടനും ഏട്ടത്തെയും തമ്മില് ഇങ്ങനെ അടിയും പിടിയും വഴക്കുമായി പോയാൽ മതിയായിരുന്നു എന്നും.
മതിയെടുത്തി. ആ ഏട്ടാ, കഴിക്കാൻ വന്നിരിക്കും. സത്യത്തില് ഇന്ന് ഏട്ടന്റെ വക സമ്മാനം തരേണ്ട ദിവസമാ. ഇന്നലെ ഞാനാണേല് ഇവിടെ ഇല്ലാതെ പോവുകയും ചെയ്തു. ഏട്ടനെ ഏട്ടത്തി ഇന്ന് കണ്ണെടുക്കാൻ തോന്നി കാണത്തില്ല അല്ലേ? അത്രയ്ക്ക് സുന്ദരമായിട്ടുണ്ടായിരിക്കും അല്ലേ ആ സാരിയിലെ ഏട്ടത്തി? ഇതെന്താ സച്ചിട്ട് കഴിക്കാതെ പോകുന്നേ? ഞാൻ കളിയാക്കോന്ന് വിചാരിച്ചിട്ടാണോ? ഇനി കളിയാക്കത്തില്ല, വാ കഴിക്കാം. അവനെന്താ കഴിക്കാതെ പോകുന്നു? അതെ, ഞാൻ കളിയാക്കൊന്ന് പേടിച്ചിട്ടാവും അല്ലേ അച്ചുവെടുത്തി? കഴിച്ചിട്ട് പൊടി. അവള് രാവിലെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഞാനെന്റെ ഏട്ടനല്ലേ കളിയാക്കി, അതിന് സന്ദീപ് ഏട്ടൻ എന്താ? എനിക്കിഷ്ടമുള്ള ചെയ്യും ഞാൻ. എന്താ പ്രശ്നം? നീ എന്തിനാ മോളെ അവനെ കളിയാക്കുന്നത്? അതൊരു കഥയാ അച്ഛാ. എന്നാ കഥയൊന്ന് പറയാം മോളെ, ഞങ്ങളും കേൾക്കട്ടെ അല്ലേ അച്ചു? ഏട്ടത്തിയുടെ പിറന്നാളിന് ഏട്ടൻ നല്ല ഒന്നാന്തരം പട്ടുസാരി ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛാ. പക്ഷെ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ചമ്മലും കൊണ്ട് ഏട്ടനത് കൊടുത്തൂല്ല. എന്നിട്ട് ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്നിട്ട് എന്താവാൻ, ഞാനും ഏട്ടത്തിയും കൂടെ കുറച്ച് സാധനങ്ങളെ ഏട്ടന്റെ പഴയ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പോയപ്പോ അത് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ആ പട്ടുസാരി എടുത്ത് ഏട്ടത്തിയെ ഉടുപ്പിച്ചു. സച്ചേട്ടൻ വരുന്നതിന് മുമ്പ് ഏട്ടത്തിയെ ഒരുക്കി നിർത്തിയിട്ട് ഞാൻ അലീനയുടെ വീട്ടിലോട്ടും പോയി. ഏട്ടത്തി ആ ലുക്കിലൊന്ന് കാണേണ്ടതായിരുന്നു. ഓ അത് ശരി, അപ്പോ ഒക്കെ നിന്റെ പരിപാടിയായിരുന്നല്ലേ? എല്ലാം ഒപ്പിച്ചു വെച്ചതിന് ശേഷം കമ്പൈൻ സ്റ്റഡി എന്നും പറഞ്ഞ് മുങ്ങിയതാണല്ലേ നീ? നീ എന്താടാ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത്? മതിയായച്ചാ, വയറ് നിറഞ്ഞു. ഏട്ടനെ പോലെ തന്നെ അനിയനും അച്ഛത് കേൾക്ക്. ഏട്ടത്തിയെ കണ്ട് സച്ചിയുടെ നല്ലോണം പുകഴ്ത്തി കാണും. അത്ര ഭംഗിയായിരുന്നു അച്ഛാ. സന്ദീപേട്ടൻ കണ്ടില്ലായിരുന്നോ ഏട്ടത്തിയെ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു മോഡല് പോലെ ഇല്ലായിരുന്നോ? ഏട്ടനും അനിയനും ഇപ്പൊ ഇതെന്ത് പറ്റി? ചേട്ടനും അനിയനും എന്ത് പറ്റി? അടുക്കളയിലേക്ക് പോയി അച്ഛനെ കാണാനില്ലല്ലോ. സന്ദീപിന്റെ മുഖത്തും അച്ഛൻ്റെ മുഖത്തും കാര്യമായ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ട്. അതുമല്ല, സച്ചി ഒന്നും കഴിക്കാതെ പോവുകയും ചെയ്തല്ലോ. എന്തോ പുകയുന്നുണ്ട്. ഓടിച്ചതിന്റെ കാരണം പൊട്ടിക്കാ വേണ്ടത്. എന്തിനെന്നെ തല്ലേണ്ട? തല്ലു കാണട്ടെ. ഇവിടെ നീ പോയതിനു ശേഷം എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ? അറിയോന്ന്? എന്താ ഉണ്ടായെന്ന് ഞാനെങ്ങനെ അറിയാനാ? ആരെങ്കിലും പറഞ്ഞല്ലേ അറിയൂ. അറിയെങ്കിൽ സന്ദീപ് ഒന്ന് പറ. ഒരിക്കലും ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഇവിടെ നടന്നത്. അച്ചുവേട്ടത്തിന്റെയും സച്ചിയുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തത്. ആരാണ് കാരണക്കാരി? നീയാണോന്ന്? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞാൻ എങ്ങനെ കാരണക്കാരിയാവും? നിനക്കൊന്നും അറിയില്ലല്ലേ? ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഏട്ടത്തി സന്തോഷത്തോടെ ഇരുന്നേ. പിന്നെ എന്താ ഉണ്ടായേ? സന്ദീപിന്റെ അറിയെങ്കിൽ പറഞ്ഞതാ. സച്ചിയുടെ ഏട്ടത്തി ശരിക്കും ചെയ്ത പറഞ്ഞു, കണ്ണു പൊട്ടുതോലെ പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ ഏട്ടത്തി സകലത്ത് കേട്ട് കരഞ്ഞുകൊണ്ട് നിന്നു. എന്നോടുള്ള ദേഷ്യം എന്നോട് കാണിച്ചാൽ മതി. എന്താണ് കാരണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നീയാണ് കാരണക്കാരിയെന്ന്. അതെ, ഞാൻ തന്നെ കാരണക്കാരി. അതിനിപ്പോ എന്ത് വേണം? നീ ഈ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? അതായത് സച്ചിയേട്ടൻ അച്ചുവേട്ടത്തെ കണ്ണു പൊട്ടുന്ന പോലെ ചീത്ത വിളിച്ചു. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. അച്ചുവേട്ടത്തിന്ന് പറഞ്ഞ് ശ്വാസം പോലും വിടുന്ന സച്ചിയേട്ടൻ ഒരു കാരണമില്ലാതെ ഏട്ടത്തെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ മാത്രമല്ല, അവന്തിക ഏട്ടത്തി കൂടെ സാക്ഷ്യം പറഞ്ഞ് നിനക്ക് വിശ്വാസമാവോ? എന്നെ മാത്രമല്ല, അവന്തിക ഏട്ടത്തി കൂടിയാ ആ മുറിന്ന് സച്ചിയേട്ടൻ ഇറക്കി വിട്ടത്. ആവശ്യമില്ലാതെ ഒരാള് എന്റെ പ്രശ്നത്തിൽ ഇടപെടണ്ട. അമ്മയാണ് സത്യമാണോ? അവന്തിക ഏട്ടത്തി പറഞ്ഞാലെങ്കിലും സച്ചിയേട്ടൻ കേൾക്കുന്നു കരുതി. അതുകൊണ്ടായില്ല. കൈ കിട്ടിയതൊക്കെ വലിച്ച് വാരിയിട്ട് എറിഞ്ഞുടച്ചു. ആലോചിക്കാൻ കൂടെ വയ്യ. ഡൈനിങ്ങിൽ വെച്ച് നീ പറഞ്ഞതൊക്കെ അച്ചുവേട്ടത്തെ വല്ലാതെ വേദനിപ്പിച്ചാണ്. ആ കണ്ണുകൾ അത്രയും സങ്കടം കൊണ്ടാണ് നിറഞ്ഞിരുന്നത്. അതുകൊണ്ടാ എനിക്കിതിനോട് ദേഷ്യം തോന്നിയത്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഏട്ടാ. ഏട്ടത്തി പറഞ്ഞത് ഏട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാ. നീ ഒന്ന് അറിഞ്ഞ് വിഷമിക്കേണ്ടെന്ന് കരുതി കാണും. ഒന്ന് കാണേണ്ടായിരുന്നു സച്ചിയുടെ ഭാവം.
ഏതോ മാൻപേടെ ആക്രമിക്കുന്ന സിംഹത്തിന്റെ ഭാവം. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. നീ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തിക്കൊരു ധൈര്യമായനെ. ഞാനാണ് ഇതിന് കാരണക്കാരിയെങ്കിൽ സച്ചേട്ടനെ കൊണ്ട് ഏട്ടത്തിയോട് മാപ്പ് പറയിപ്പിക്കും. അങ്ങനെ ആ പാവത്തിന് ഹിംസിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. സച്ചേട്ടൻ വാങ്ങിവെച്ച പട്ടുസാരികളും ആഭരണങ്ങളും ഏട്ടത്തി അണിഞ്ഞതാണ് അതിന്റെ കാരണമെങ്കിൽ അത് പിന്നെ ആർക്ക് വേണ്ടി വാങ്ങിവെച്ചതാണെന്ന് എനിക്കറിയണം. സച്ചിനത് എന്താ പറ്റിയേ? എന്തിനാ ഏട്ടത്തെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് കരയിപ്പിച്ച്? അതിന് മാത്രം എന്ത് തെറ്റാ ഏട്ടത്തെ ഏട്ടനോട് ചെയ്തേ? അത് നീ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയണം. ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ലാത്ത എന്ത് കാരണം കൊണ്ടാണ് സച്ചേട്ടൻ കിടന്ന് അലറി അട്ടഹസിച്ചെന്ന്. സ്നേഹ പ്ലീസ്, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഇത് എനിക്കും അർച്ചനയ്ക്കും ഇടയിലുള്ള പ്രശ്നമാണ്. അതായത് ഞങ്ങളുടെ സ്വകാര്യ വിഷയം. ഓഹോ, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണെങ്കിലേ അത് മറ്റാരും അറിയാതെ സ്വകാര്യമായിട്ട് തീർക്കണമായിരുന്നു. അതല്ലാതെ നാടൊട്ടുക്ക് കേൾക്കുന്ന വിധം ഭാര്യ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ തീർക്കണമെന്ന്. നീ എന്നെ പഠിപ്പിക്കണ്ട. സച്ചേട്ടൻ ഒന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ സച്ചേട്ടൻ വിചാരിക്കുന്നത് സച്ചേട്ടൻ എല്ലാം തികഞ്ഞൊരാളാണെന്നാ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈഗോ കാണിക്കുന്നത്. അതെ, ഞാൻ എല്ലാം തികഞ്ഞവനാ. ഈഗോ കൊണ്ട് തലക്കനം കൂടിയവനാ. അതിനിപ്പോ എന്താ? ഞാൻ എല്ലാരെയും ഭയന്ന് നടക്കണോ? അതോ നിന്നെ കാണുമ്പോ തൊഴണോ? എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരികയും വേണ്ട. അതെനിക്കിഷ്ടമല്ല. മര്യാദക്ക് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ സച്ചേട്ടൻ എന്ത് ചെയ്യും? എന്നെ പിടിച്ച് പുറത്തു തള്ളോ? അതോ ഏട്ടത്തെ വിളിച്ച പോലെ എന്നെയും ചീത്ത വിളിക്കോ? പറ. എന്താണ് സംഭവിച്ചതെന്ന് ഏട്ടത്തിയോട് ചോദിച്ചപ്പോ ആ പാവം ഏട്ടനെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഏതോ മഹാപരാധം ചെയ്ത പോലെ സ്വയം അങ്ങ് ഏൽക്കുക. മഹാപരാധം ചെയ്താ സ്വയം ഏൽക്കുകയല്ലാതെ മറ്റാരെങ്കിലും ഏൽക്കുവോ? നീ ഇത്രയും നേരം എനിക്കെതിരെ ആക്രോശിച്ചല്ലോ. ഏതായാലും ഒരു കാരണവുമില്ലാതെ ഞാൻ ഒരാളെ വഴക്ക് പറയലെന്ന് ആലോചിക്കാനുള്ള ബോധം നിനക്കുമില്ലാതെ പോയല്ലോ. എല്ലാവർക്കും ഏട്ടത്തി അനുജത്തി എന്തെല്ലാം പരിഗണനകൾ. എന്ന് ഏട്ടൻ പറ, എന്താ ഏട്ടത്തി ചെയ്ത മഹാപരാധം? എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. വല്ലാത്ത നഷ്ടമായിപ്പോയി. അത്രയും മനോഹരമായൊരു സീൻ കാണാൻ കഴിയാതെ പോയല്ലോ എനിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണമായിരുന്നു. സത്യം, അവൻ അവളെ വഴക്ക് പറഞ്ഞ ശേഷം അർച്ചനെ കണ്ടപ്പോ എനിക്ക് തന്നെ അയ്യോ പാവം തോന്നി. അത്രയ്ക്ക് ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. സച്ചേട്ടൻ അവളെ അത്രയും ചീത്ത വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? അതിനെക്കുറിച്ച് ചേച്ചി അവളോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാതിരിക്കില്ലല്ലോ. പല പ്രാവശ്യം ചോദിച്ചു. പക്ഷേ അവള് ബുദ്ധിമതിയാ. ഇതിനു മുമ്പും അവര് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായിട്ടും അവള് മിണ്ടിയിട്ടില്ല. ചേച്ചി നിർബന്ധിച്ച് ചോദിക്കണമായിരുന്നു. ചേച്ചിയല്ലേ അവളുടെ സംരക്ഷക. ഞാൻ അവളെ അധികം നിർബന്ധിച്ചില്ല. കരച്ചിലിനിടയിൽ ഞാനും കൂടെ കരയിക്കണ്ടെന്ന് തോന്നി. എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ. എല്ലാം ചോദിച്ചറിയണം എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന ആ ചൂട് തീരും ചേച്ചി. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയാറില്ലേ, അതുപോലെ ആവും. ഇപ്പോഴാവുമ്പോ അവള് സച്ചേട്ടൻ വഴക്ക് പറഞ്ഞ വിഷമത്തിലും കരച്ചിലിന്റെ വേദനയിലും അങ്ങനെ ആടി ആടി നിൽക്കുവല്ലേ. ചേച്ചി തന്ത്രത്തില് മോളെ മുത്തേ പൊന്നേന്നൊക്കെ വിളിച്ച് സോപ്പിട്ടോ അവള് പറഞ്ഞു പോവും. ഒന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞാലോ. അവളിപ്പോ അടുക്കളയിലുണ്ട്. ചിന്താവിഷ്ടയായ സീതയായി. ചേച്ചി ഒന്ന് ചെകഞ്ഞു നോക്ക്.